കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ സാധിക്കുന്നതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. ദൈവകുഞ്ഞാടിന് മഹത്വവും ബഹുമാനവും ഞാൻ കരയേറ്റുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനത്തെ സംസാരിപ്പാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, അവിടുത്തെ വചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നിൻ്റെ കൃപ അടിയങ്ങളോടുകൂടി ഇരിക്കണമേ. അത് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേൾക്കുന്ന നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും അല്പസമയം ചിന്തിക്കുവാനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഭാഗം സങ്കീർത്തന പുസ്തകങ്ങളിൽ 3-ാമത്തെ അധ്യായമാണ്. സങ്കീർത്തനങ്ങൾ 3 ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദാവീദ് ഒരു ഗുഹയിൽ നിന്ന് എഴുതുന്നതായ അല്ലെങ്കിൽ പാടുന്നതായ ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും ഉത്തരം അരുളുകയും ചെയ്യുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 3:4. സങ്കീർത്തനക്കാരനായ ദാവീദിന് ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലെ മുടിയൻ പുത്രൻ എന്ന് അറിയപ്പെടുന്നതായ അബ്ശാലോം ദാവീദിൻ്റെ മകനായിരുന്നു. മകനിൽ നിന്നും ജീവരക്ഷയ്ക്കായി ഒളിച്ചോടുന്നതായ ഒരു പിതാവായിട്ടാണ് ദാവീദിനെ നാം ഇവിടെ കാണുന്നത്. നമുക്കറിയാം, പിതാവിൻ്റെ മുൻപിൽ നിന്നും തല്ല് കിട്ടാതെ ഓടിപ്പോകുന്നതായ മക്കളെ നാം കാണാറുണ്ട്. പ്രത്യേകിച്ചും മനുഷ്യർക്ക് വിദ്യാഭ്യാസമൊക്കെയും കുറവുണ്ടായിരുന്നതായ ഒരു 20-30 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒക്കെ ബാല്യകാലത്ത് നമ്മുടെ വീട്ടിൽ അപ്പൻ അമ്മ ഒക്കെ നമ്മളെ നന്നായി വടികൊണ്ട് ശിക്ഷിച്ചിരുന്നതായ ഒരു കാലഘട്ടമുണ്ട്. അതിനൊക്കെ ഇന്ന് മനുഷ്യർക്ക് കുറേ കൂടെയൊക്കെ വിദ്യാഭ്യാസമൊക്കെ ആയി മക്കളുടെ എണ്ണമൊക്കെയും കുറഞ്ഞതായ സമയത്ത് ഒരുപക്ഷെ അതൊക്കെ അല്പം കുറഞ്ഞിട്ടുണ്ടാകും നമ്മുടെ നാട്ടിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നേരത്തെ അങ്ങനെയായിരുന്നില്ല. അപ്പൻ മകനെ ശിക്ഷിക്കാനായി വിളിക്കുകയും അപ്പൻ്റെ മുമ്പിൽ നിന്ന് മകൻ ഓടിപ്പോവുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഞാനും ഓടിപ്പോയിട്ടുണ്ട്. എന്നാൽ ഇവിടെ മകൻ്റെ മുൻപിൽ നിന്നും ജീവരക്ഷാർത്ഥം ഓടിപ്പോകുന്നതായ ഒരു പിതാവിനെയാണ് നാം കാണുന്നത്. ഈ പിതാവ് ദാവീദ് ഓടി സന്ധ്യയായപ്പോൾ ഒരു ഗുഹ കണ്ടു. ആ ഗുഹയിൽ കടന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായി അപേക്ഷിച്ചിട്ട് ഈ മനുഷ്യൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. എന്നിട്ട് അടുത്ത പ്രഭാതത്തിൽ ഈ മനുഷ്യൻ ഉണർന്നു. 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നും ഇരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നും ഇരിക്കുന്നു. നമ്മളിൽ എത്ര പേർക്ക് രാവിലെ ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്നിട്ട് ഞാൻ എഴുന്നേറ്റു, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങി, ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു, യഹോവ എന്നെ താങ്ങിയതുകൊണ്ട് ഞാൻ എഴുന്നേറ്റു എന്ന് പറയുവാൻ തക്കവണ്ണം സാധിക്കും? നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം, നമ്മുടെ സംരക്ഷണം യഹോവയുടെ കയ്യിലാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് ഈ ലോകത്തിൽ? ഞാൻ പലരെയും കുറിച്ച് ചിന്തിക്കുന്നത്, പലരുടെയും ജീവിത രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്നത്, അവരെയൊക്കെയും സംരക്ഷിക്കുന്നത് അവർ വളർത്തുന്നതായ നല്ല ഓജസ്സും നല്ല ശക്തിയുമുള്ളതായ വിദേശ നായ്ക്കളാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരുടെയൊക്കെയും സംരക്ഷണത്തിൽ നമ്മുടെ കതകിൻ്റെ നല്ല കുറ്റി ഇടുന്നത് കൊണ്ടാണ് നാം സംരക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല നായ്ക്കളുള്ളത് കൊണ്ടാണ് നാം സംരക്ഷിക്കപ്പെടുന്നത് എന്ന് പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടില്ലേ? യഥാർത്ഥത്തിൽ ഒരു ദൈവഭക്തൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ദൈവദൂതന്മാരുടെ ചുമതലയാണ്. ദൈവദൂതന്മാർ നമ്മെ സംരക്ഷിക്കുവാൻ ഉള്ളപ്പോൾ നാം എന്തിന് ഭയപ്പെടണം? അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, 1000 പേർ എനിക്ക് വിരോധമായി എൻ്റെ ചുറ്റും പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഇതുവരെയും ഞാൻ ഭയപ്പെട്ടു. ഇന്നലെ ഞാൻ ഭയപ്പെട്ടത് കൊണ്ടാണ് എൻ്റെ മകനിൽ നിന്ന്, അബ്ശാലോമിൽ നിന്നും ഞാൻ ഓടിയത്.
അബ്ശാലോമിൽ നിന്ന് ഞാൻ ഓടി, ഇന്നലെ ഞാൻ ഭയപ്പെട്ടു, ഓടി ഗുഹയിലെത്തി, എന്നാൽ ഇന്ന് എനിക്ക് ഭയമില്ല. ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നും ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്നും ഭയം നീങ്ങിപ്പോകുവാനൊരു കാരണമുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്തിൻ്റെ നീതി ദാവീദിനെ പൊതിഞ്ഞു എന്നുള്ളതാണ്. അവൻ രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ദൈവത്തിൻ്റെ നീതിയാൽ പൊതിയപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് അവൻ എഴുന്നേറ്റ് വന്നത്. ദൈവത്തിൻ്റെ നീതിയാൽ പൊതിയപ്പെട്ടത് കൊണ്ട് അവനിൽ നിന്നും ഭയം, അവനിൽ നിന്നും ഭീതി, അവനിൽ നിന്നും അധൈര്യം അപ്രത്യക്ഷപ്പെട്ടു. അവൻ പറയുകയാണ്, എനിക്ക് ധൈര്യമുണ്ട്, 1000 പേർ വരട്ടെ, പക്ഷേ ഞാൻ ഭയപ്പെടുകയില്ല. നിങ്ങൾക്കറിയാമോ, കുറ്റം ചെയ്യുന്നവനെ വെറുതെ വിടുന്നതായ നീതിയാണ് ദൈവത്തിൻ്റെ നീതി. വളരെ വിചിത്രമാണിത്. ലോകത്തിൽ എങ്ങും കാണാത്തതായ വിചിത്രമായ ഒരു സംഗതിയാണിത്. നിങ്ങൾ കോടതിയിൽ പോയി നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുക, ഒരു പക്ഷേ നിങ്ങളൊരു മനുഷ്യനെ കൊല്ലുകയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനുമായി അടിയുണ്ടാക്കുകയോ ചെയ്തിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുക, ഞാനൊരു മനുഷ്യനെ കൊന്നു, എനിക്കതിൽ വിഷമമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു പോലീസുകാരനോ ഒരു ന്യായാധിപനോ നിനക്ക് വിഷമമുണ്ട്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ പൊക്കോ, നിന്നെ ഞാൻ ഈ ശിക്ഷാവിധിയിൽ നിന്ന് നിനക്ക് ഇളവ് തന്നിരിക്കുന്നു, വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറയുമോ? അങ്ങനെ പറയുന്നതായ ഒരു സംഭവം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ ദൈവസന്നിധിയിൽ നടക്കുന്നത് അതാണ്. നീ പാപം ചെയ്തു, കൊടും പാപത്തിൽ ജീവിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്ത് ചെന്ന്, കർത്താവേ എനിക്ക് തെറ്റുപറ്റി, ഞാൻ അങ്ങനെ ചെയ്തു പോയി, എനിക്ക് വിഷമമുണ്ട്, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നീ പൊക്കോ, സമാധാനത്തോടെ നിൻ്റെ വീട്ടിലേക്ക് പോകൂ, ഇനി കുറ്റം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് നിന്നെ ആശ്ലേഷിച്ച്, നിന്നെ ആലിംഗനം ചെയ്ത്, നിന്നെ ചുംബിച്ച് പറഞ്ഞു വിടുന്നതായ നീതിയാണ് ദൈവത്തിൻ്റെ നീതി. അത് ദൈവത്തിൻ്റെ നീതി മാത്രമാണ്, ലോകത്തിൻ്റെ നീതിയല്ല. റോമാലേഖനം 5:1 നാം വായിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്നാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതായ ഒരു വ്യക്തി ദൈവസമാധാനം അനുഭവിക്കുന്നവനാണ്. ദൈവസമാധാനം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ദൈവമക്കൾക്കല്ലാതെ വേറൊരു മനുഷ്യനും മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നതായ ഒന്നല്ല. 1 കൊരിന്ത്യർ 1:30 നാം ഇപ്രകാരം വായിക്കുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. യേശു ക്രിസ്തു നമുക്ക് നീതിയായിത്തീർന്നു. യേശു ക്രിസ്തുവിൻ്റെ നീതിയാലാണ് നാം ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായി നിലനിൽക്കുന്നത്. 2 കൊരിന്ത്യർ 5:21 പാപം അറിയാത്തതായ ക്രിസ്തുവിനെ, പാപം ചെയ്യാത്തതായ ക്രിസ്തുവിനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടുന്നതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് നാം വായിക്കുന്നു. ദൈവം യേശു ക്രിസ്തുവിൽ കൂടെ നമ്മെ നീതിയുള്ളവരായി, കുറ്റം ഇല്ലാത്തവരായി, പാപം ക്ഷമിക്കപ്പെട്ടവരായി നിലനിർത്തുകയാണ്. അങ്ങനെ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിച്ചതായ നീതിയാണ് ദാവീദിന് പാപം ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കി കൊടുത്തതായ ധൈര്യത്തെ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കുന്നത്. എവിടെ നിന്നുമാണ് ദാവീദിന് ഇത്രമാത്രം ധൈര്യം ലഭിച്ചത് എന്ന വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. ദാവീദിന് ധൈര്യം ലഭിച്ചത് ദൈവത്തിൻ്റെ നീതിയിൽ നിന്നാണ്. ദാവീദിന് ധൈര്യം ലഭിച്ചത് പ്രാർത്ഥനാ സ്വഭാവത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, അവൻ വൈകിട്ട് പേടിച്ചോടി വന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു, ഗുഹയിൽ കടന്നു, ദൈവത്തെ വിളിച്ച് കിടന്നുറങ്ങി. സങ്കീർത്തനം 34:6 നാം ഇപ്രകാരം വായിക്കുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ദാവീദ് ദൈവാശ്രയമുള്ളതായ ഒരു വ്യക്തിയായിരുന്നു. ദാവീദ് പ്രാർത്ഥനാ സ്വഭാവമുള്ളതായ ഒരു വ്യക്തിയായിരുന്നു. ആ പ്രാർത്ഥനാ സ്വഭാവവും ദൈവാശ്രയവുമാണ് അവന് നീതി ആയി കണക്കിട്ടത്, അവന് സമാധാനം കൊടുത്തത്. സങ്കീർത്തനങ്ങൾ 42:1 വാക്യത്തിൽ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ നാം എങ്ങനെയുള്ളവരാണ്? ദൈവത്തോട് ചേരുവാൻ, ദൈവനീതി പ്രാപിപ്പാൻ, ദൈവസമാധാനം പ്രാപിപ്പാൻ മാൻ നീർത്തോടുകളിലേക്ക് പോകുവാൻ കാക്ഷിക്കുന്നത് പോലെ കാക്ഷിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതേ, ദാവീദ് ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു.
പ്രാർത്ഥനാ വീരനായ ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. യേശു ക്രിസ്തു ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. അതുകാലത്തെ എഴുന്നേറ്റ് തൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ മണിക്കൂറുകൾ ചിലവിടുന്നതായ ഒരു സ്വഭാവം യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തുവുമായി നല്ല ബന്ധത്തിൽ, പിതാവുമായി നല്ല ബന്ധത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. പാപങ്ങൾ നിലനിൽക്കുന്നതായ സ്ഥലത്ത് ധൈര്യമുണ്ടാകത്തില്ല. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് ധൈര്യം ലഭിക്കുകയുള്ളൂ. തങ്ങളുടെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദാവീദിന് ധൈര്യം ലഭിപ്പാൻ തക്കവണ്ണം, ഭയമില്ലാതാകുവാൻ തക്കവണ്ണം ഉള്ളതായ കാരണം ദൈവത്തോടുള്ളതായ അവൻ്റെ ബന്ധമായിരുന്നു, അവൻ്റെ പ്രാർത്ഥനാ സ്വഭാവമായിരുന്നു. ചില മനുഷ്യർ ഭയം മൂലം ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇന്ന് ലോകത്തിൽ കഴിയുന്നത്. നമുക്കറിയാം, വീടില്ലാത്തവന് വീടില്ല എന്നുള്ളതായ പ്രശ്നമാണുള്ളത്. വീടും ധനവും ഉള്ളവന് ഉറങ്ങുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. ആരെങ്കിലും വന്ന് വീട്ട് കുത്തിത്തുറന്ന് കയറുമോ, അവനെ കൊല്ലുമോ, അപായപ്പെടുത്തുമോ, അവൻ്റെ സമ്പത്ത് മോഷ്ടിച്ചുകൊണ്ട് പോകുമോ എന്നുള്ളതായ ഭീതിയിലാണ് ഇന്ന് കേരളത്തിൽ അനേക സമ്പന്നരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ്. സങ്കീർത്തനങ്ങൾ 4:8 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. കുഞ്ഞുങ്ങളെ കൊണ്ട് കിടത്താൻ നമ്മൾ കിടത്തി ഉറക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആകുലതകളുണ്ടോ? കള്ളൻ കയറുമെന്നോ അവർ ചിന്തിക്കാറുണ്ടോ? ആരെങ്കിലും അവരെ പിടിച്ചുകൊണ്ട് പോകുമെന്നോ കൊല്ലുമെന്നോ അവർ ചിന്തിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ ദാവീദ് പറയുന്നത് കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്നത് പോലെ, 1 വയസ്സുള്ള കുട്ടി കിടന്നുറങ്ങുന്നത് പോലെ, 6 മാസമുള്ള ആയ കുട്ടി കിടന്നുറങ്ങുന്നത് പോലെ ഞാൻ കിടന്നുറങ്ങുമെന്നാണ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. കാരണം എന്താണെന്നറിയാമോ? എന്നെ പരിപാലിക്കുന്നത് ജർമ്മൻ ഷെപ്പേഡുകളല്ല, എന്നെ പരിപാലിക്കുന്നത് ശമ്പളക്കാരായ പോലീസുകാരല്ല, വാച്ച്മാൻമാരല്ല. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. കർത്താവെ, നീയാണ് എന്നെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ കിടന്നുറങ്ങും, ഞാൻ പേടിക്കത്തില്ല. 3:6 നാം വായിക്കുന്നത് 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല എന്നാണ്. കാരണം ദൈവത്തിൻ്റെ സംരക്ഷണം എനിക്കുണ്ട്. സങ്കീർത്തനങ്ങൾ 27:1-2 വാക്യത്തിൽ നാം വായിക്കുന്നു: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? യേശുക്രിസ്തുവുമായി ബന്ധത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക്, ഞാൻ ദൈവത്തിൻ്റെ ദൂതന്മാരാൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന ചിന്തയുള്ളതായ ഒരു വ്യക്തിക്ക്, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദാവീദിന് ധൈര്യം ലഭിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ദാവീദിൻ്റെ സമാധാന ജീവിതം നയിക്കുന്നത് കൊണ്ടാണ്. സമാധാനത്തെ അവൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പാപം ഉള്ളതായ സ്ഥലത്ത് സമാധാനമില്ല എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ദൈവത്തിൻ്റെ വചനം പറയുന്നത് യെശയ്യാ പ്രവചനം 57:21 നാം വായിക്കുന്നത്: ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു എന്നാണ്. നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും ഒരു സ്ഥലത്ത് പോയി ചെയ്യാൻ പാടില്ലാത്തതായ ഒരു കാര്യം ചെയ്താൽ, നിങ്ങൾ നിങ്ങളുടെ മാതാവിനോടോ പിതാവിനോടോ പറയാൻ പാടില്ലാത്തതായ ഒരു കാര്യം പറഞ്ഞാൽ, കള്ളം പറഞ്ഞാൽ, പണം മോഷ്ടിച്ചാൽ, ചെയ്യാൻ പാടില്ലാത്തത് അരുതാത്തത് ചെയ്താൽ, ആ ദിവസം സമാധാനമായി കിടന്നുറങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളുടെ ഹൃദയം നിങ്ങളെ കുത്തുകയില്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് നിരന്തരം നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കത്തില്ലേ? സമാധാനം പാപം ചെയ്യുന്നതായ സ്ഥലത്തില്ല, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് സങ്കീർത്തനം 4:8 ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദാവീദ് സമാധാനപ്രിയനായ ഒരു വ്യക്തിയായിരുന്നു. പാപം കഴുകിക്കളഞ്ഞ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടതായ ഒരു വ്യക്തിയായിരുന്നു. യഹോവ നമുക്ക് സംഖ്യാപുസ്തകം 6:26 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ
തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ എന്ന്. യഹോവയാണ് നമുക്ക് സമാധാനം തരുന്നത്. നമ്മുടെ പാപം കഴുകപ്പെട്ടതായ അവസ്ഥയിൽ മാത്രമേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. ദൈവം കൊടുക്കുന്നതായ സമാധാനം പ്രാപിക്കാതെ ഈ ലോകം തരുവാൻ ശ്രമിക്കുന്നതായ സമാധാനം പ്രാപിക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ നമുക്കൊരിക്കലും യഥാർത്ഥ സമാധാനം ലഭിക്കുകയില്ല. സങ്കീർത്തനം 29:11 യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും എന്ന് നാം വായിക്കുന്നു. ദൈവം സമാധാനം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ വചനം പ്രദാനം ചെയ്യുന്നതായ സമാധാനം ദൈവമക്കൾക്കുള്ളതാണ്. ദൈവമക്കൾക്ക് മാത്രമേ ആ സമാധാനം അനുഭവിക്കുവാൻ തക്കവണ്ണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ആ സമാധാനത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ഉള്ളത് കൊണ്ടാണ് അവരുടെ മുഖത്ത് സന്തോഷവും സമാധാനവും നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. യെശയ്യാ പ്രവചനം 26:3 വാക്യത്തിൽ സ്ഥിരമാനസൻ, അതായത് യേശുക്രിസ്തുവിൽ തങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു വ്യക്തി, അതാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൽ തങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുന്നതായ ഒരു വ്യക്തി, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. എത്രയോ ആശ്വാസദായകമായ ഒരു വാക്യമാണിത്. ദൈവത്തെ സ്നേഹിക്കുന്ന തൻ്റെ മക്കളെ പൂർണ്ണ സമാധാനത്തിൽ, എത്ര കാറ്റും കോളും ഉണ്ടായാലും, എത്രമാത്രം തിരമാലകൾ, ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളായ തിരമാലകൾ അവൻ്റെ അടുക്കലേക്ക് ചീറി പാഞ്ഞു വന്നാലും അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുകയാണ്. യെശയ്യാവ് 32:17 നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയതയും ആയിരിക്കും എന്ന് നാം വായിക്കുന്നു. യെരമ്യാ പ്രവചനം 34:5 നീ സമാധാനത്തോടെ മരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതായി നാം വായിക്കുന്നു. സമാധാനത്തോടെ മരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്കും ആഗ്രഹമില്ലേ? നാം നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്ത് ഓരോ ദിവസവും കഴിയുന്തോറും, ഓരോ മണിക്കൂറും കഴിയുന്തോറും നമ്മുടെ ജീവിതത്തിൽ നിന്നും ദിവസങ്ങൾ, മണിക്കൂറുകൾ, ആഴ്ചകൾ, വർഷങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാം നമ്മുടെ മരണത്തോട് അടുക്കുകയാണ്, അല്ലെങ്കിൽ നാം നമ്മുടെ കർത്താവിൻ്റെ വരവിനോട് അടുക്കുകയാണ്. നമ്മുടെ കർത്താവ് വരുമ്പോൾ സമാധാനത്തിൽ അവൻ നമ്മെ കാണണം എന്ന് നമുക്ക് ആഗ്രഹമില്ലേ? നാം നമ്മുടെ മരണമാണ് ആദ്യം സംഭവിക്കുന്നതെങ്കിൽ സമാധാനത്തോടെ ഈ ലോകം വിട്ട് പോകണം എന്ന് നമുക്ക് ആഗ്രഹമില്ലേ? ആ ആഗ്രഹം നമ്മിലുണ്ടെങ്കിൽ നാം തീർച്ചയായും ഒരു ദൈവ പൈതലായി ജീവിക്കേണ്ടത്, ദാവീദിനെ പോലെ ഒരു ദൈവ പൈതലായി, ദൈവ ആശ്രയമുള്ള വ്യക്തിയായി, ദൈവ സമാധാനം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി ജീവിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഫിലിപ്പിയ ലേഖനം 1:2 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് സമാധാനം ലഭിപ്പാൻ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിൻ്റെ പാദപീഠമാണ്. നമുക്ക് സമാധാനം ലഭിപ്പാൻ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, സമാധാനം തരുവാൻ ഒരു വ്യക്തിക്കേ സാധിക്കുകയുള്ളൂ, അത് സ്വർഗത്തിലെ ദൈവമാണ്. സകല സമാധാനത്തിൻ്റെയും, യഥാർത്ഥ സമാധാനത്തിൻ്റെയും ഉറവിടം ദൈവമാണ്. ആ ദൈവത്തിങ്കിൽ നിന്ന് മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. 2 കൊരിന്ത്യർ 1:3 അപ്പോസ്തലനായ പൗലോസ് ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് സർവ്വ ആശ്വാസവും നൽകുന്നതായ ദൈവം എന്നാണ്. നമ്മുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടായാൽ, നമുക്കൊരു മരണമുണ്ടായാൽ, നാം രോഗികളായി ആശുപത്രി കിടക്കയിലായാൽ, നമുക്ക് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ വരും. അവർ വന്ന് നമ്മളോട് സമാധാന വാക്കുകൾ പറയും, അവർ കടന്നു പോകും. നമുക്ക് സമാധാനം കിട്ടുമോ? കിട്ടത്തില്ല. പൂർണ്ണ സമാധാനം നമുക്ക് കിട്ടത്തില്ല. അവർ വന്നു, നമ്മളെ കണ്ടു എന്നുള്ളതിൽ നമുക്കൊരു സന്തോഷം തീർച്ചയായും ഉണ്ടാകും. എങ്കിലും നമുക്കൊരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല. നമുക്ക് പൂർണ്ണ സമാധാനം തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ സമാധാനം കിട്ടത്തുള്ളൂ. ഞാനൊരു വാക്യം വായിക്കട്ടെ. പത്രോസിൻ്റെ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചു കൊള്ളുവീൻ.
പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കിയാൽ അവൻ വരുമ്പോൾ സമാധാനമുള്ളവരായി കാണുവാൻ നിങ്ങൾ ഉത്സാഹിച്ചുകൊള്ളുവീൻ. അവൻ വരുമ്പോൾ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനമുള്ളവരായി കാണപ്പെടുവാൻ ഉത്സാഹിച്ചുകൊള്ളുവീൻ എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 5:7 നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിനായി കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും എന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഒരു ക്രിസ്ത്യാനി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ്. അവൻ കാത്തിരിക്കുന്നതിനെ യാക്കോബ് അപ്പോസ്തലൻ താരതമ്യം ചെയ്യുന്നത് ഒരു കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിനായി കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ എന്നാണ്. നാം ദീർഘക്ഷമയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്നും യാത്രയാകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം. അതാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തേച്ച് പോയത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു പിതാവ് മരിക്കുന്നതിന് മുൻപ് തൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട്, മക്കളെ, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോവുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ച് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ മക്കൾ ഒരുപക്ഷെ പറയുമായിരിക്കും, അതും കൂടെ അപ്പച്ചൻ വെച്ചോ എന്ന്. കാരണം നമ്മളിന്ന് ആഗ്രഹിക്കുന്ന അപ്പച്ചൻ്റെ കയ്യിൽ നിന്നും പിതാവിൻ്റെ കയ്യിൽ നിന്നും നമ്മളിന്ന് ആഗ്രഹിക്കുന്ന സമാധാനമല്ല, സമ്പത്താണ്. ഈ സമ്പത്ത് കിട്ടുമ്പോൾ മാത്രമാണ് അപ്പച്ചനെ നമ്മൾ സമാധാനത്തോടെ ഈ ഭൂമിയിൽ നിന്നും മരിച്ചു കഴിയുമ്പോൾ നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ഇവിടെ ഒന്നും നമ്മൾ പറഞ്ഞു വിടുകയുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം തന്നേച്ച് പോകുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ യേശുക്രിസ്തു ദൈവത്തിൻ്റെ ജനത്തിന് കൊടുത്തേച്ച് പോകുന്നത് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കാത്ത ദൈവ സമാധാനമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം എന്നാണ്. പണം വർദ്ധിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന സമാധാനമല്ല. പണം വർദ്ധിക്കുമ്പോൾ മനുഷ്യബന്ധങ്ങൾ തകരുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സമാധാനമില്ല ഭൂവിൽ, അനുദിനം നിലവിളി പടർന്ന് ഉയരുന്നു എന്നാണ് കവി പാടിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സമാധാനം പ്രാപിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിൻ്റെ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്നതായ നമുക്ക് തീർച്ചയായും ഈ സമാധാനത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്നതായ നമുക്ക് വളരെയധികം ആവശ്യകതയുണ്ട്. ആ സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായിട്ടുള്ളതായ നമ്മുടെ ബന്ധത്തെ നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ടതായി നിൻ്റെ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. ദൈവസമാധാനത്തിൽ അവരെ കാക്കണമേ. ദൈവം തരുന്നതായ സമാധാനം, ലോകത്തിന് മനസ്സിലാക്കുവാൻ ഗ്രഹിപ്പാൻ കഴിയാത്തതായ സമാധാനം കൊണ്ട് അടിയങ്ങളെ നിറയ്ക്കണമേ. കർത്താവിൻ്റെ വരവുവരെയും നിലനിർത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുന്നതായ ഈ ദൈവവചനത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ളതായ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക. ഈ ക്രിസ്തീയ വേലയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതായ വിലാസത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ കൃപ, അവൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.